പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ യേശുവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് വിവിധങ്ങളായ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവരെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ കാര്യത്തിലും അവിടുന്ന് ഇടപെടണമേ. ഓരോ കുടുംബത്തിൻ്റെ കാര്യത്തിലും ഇടപെടണമേ. ഓരോ ശുശ്രൂഷകളുടെ മേഖലയിലും നീ ഇടപെടണമേ. ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞ മക്കളെ, ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി കർത്താവ് തന്നിരിക്കുന്ന വചനം 1 കൊരിന്ത്യർ 16 അധ്യായം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുവിൻ. ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിൽ എഴുതി വെച്ചേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ ചെയ്യുവിൻ. 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്: വിശ്വാസം, ജാഗ്രത, സ്നേഹം. സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉള്ളിൽ, ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട 3 വാക്കുകളാണ്, നിക്ഷേപങ്ങളാണ്: വിശ്വാസം, ജാഗ്രത, സ്നേഹം. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പഴി പറയാതെ അനുകൂല സാഹചര്യങ്ങളെയും സാധ്യതകളെയും സൃഷ്ടിക്കുവാൻ ഈ അമൂല്യമായ നിക്ഷേപത്തിന് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ആത്മാവിനെ അളക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവർത്തികളുടെ അളവുകോൽ വെച്ചാണ്. ഒരിക്കൽ കൂടി, ദൈവം ആത്മാവിനെ അളക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രവർത്തികളുടെ അളവുകോൽ വെച്ചാണ്. പരസ്പരം ഭാരങ്ങൾ വഹിച്ചും സഹിഷ്ണുത കാണിച്ചും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം പൂർത്തിയാക്കുന്നവരാണ് സുവിശേഷ മൂല്യമനുസരിച്ച് ജീവിക്കുന്നവരായ എല്ലാ മക്കളും. അവരിലൂടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. മക്കളെ, ഈശോയെ അറിഞ്ഞ കാലഘട്ടം മുതൽ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചവരെ അവിടുന്ന് വിലമതിക്കുന്നു, ബഹുമാനിക്കുന്നു. എത്രയോ വചന ശുശ്രൂഷകരാണ് ഭവനങ്ങളിലും ഇടവകകളിലും ചെറിയ പ്രാർത്ഥനാ സമൂഹങ്ങളിലും ധ്യാനമന്ദിരങ്ങളിലും സ്നേഹസേവനം ചെയ്തുകൊണ്ട് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശോയെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യന്മാർ. ഈശോയുടെ മനസ്സിൽ കാണുന്നത് ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഓമനകളാണവർ, വിശുദ്ധരാണവർ. വിശുദ്ധരുടെ ആശ്രയവും ആനന്ദവും ദൈവം മാത്രമാണ്. എല്ലാ വചന പ്രഘോഷകരുടെയും ശുശ്രൂഷകരുടെയും ആനന്ദവും ആശ്രയവും ദൈവമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈശോയോടും ആത്മാക്കളോടുമുള്ള സ്നേഹം. ഒരിക്കൽ കൂടി, ഈശോയോടും ആത്മാക്കളോടുമുള്ള സ്നേഹം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 11 വാക്യം:
തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഒരിക്കൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ അടുത്ത് വന്ന് ഒരു പറ്റം ആളുകൾ ചോദിച്ചു, പിതാവേ, ഇങ്ങനെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവിയർ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, വെറുതെ ഇരുന്ന് ജീവിതം തുരുമ്പെടുത്ത് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതെയായി തീരുന്നത്. ഫ്രാൻസിസ് ഇവന്റെ മറുപടി ശ്രദ്ധിച്ചല്ലോ. വെറുതെ ഇരുന്ന് തുരുമ്പെടുത്ത് ജീവിതം നശിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതെയായി തീരുന്നത്. വേറൊരു നാൾ ഒരു പറ്റം മാധ്യമ പ്രവർത്തകർ വിശുദ്ധയായി തീർന്ന മദർ തെരേസയോട് ചോദിച്ചു, അല്ലയോ അമ്മേ, ഈ വാർദ്ധക്യത്തിലും കുറച്ചുകൂടി വിശ്രമിച്ചുകൂടെ? അതിനുള്ള ഉത്തരം ഇപ്രകാരമായിരുന്നു, എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. എൻ്റെ വിശ്രമം സ്വർഗത്തിലാണ്. മറ്റൊരു വിശുദ്ധനെ കൂടി പരിചയപ്പെടുത്തട്ടെ. വിശുദ്ധ ഡോൺ ബോസ്കോയോട് ഒരു പറ്റം യുവാക്കൾ വന്ന് ചോദിച്ചു, പിതാവേ, ഇനി അല്പനാൾ വിശ്രമിച്ചുകൂടെ? അപ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞു, എനിക്കിനി കുറച്ചു സമയമേ ഉള്ളൂ ജീവിക്കാൻ. അതിനാൽ വിശ്രമിക്കാൻ എനിക്ക് നേരമില്ല. എല്ലാം വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഫ്രാൻസിസ് സേവിയറിനെയും വിശുദ്ധ മദർ തെരേസയെയും വിശുദ്ധ ഡോൺ ബോസ്കോയും പറഞ്ഞ തിരുവചനങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഈശോയോടുള്ള സ്നേഹവും ആത്മാക്കളോടുള്ള സ്നേഹവും വിശുദ്ധരെ വീരോചിതമായ ശുശ്രൂഷ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. ഈശോ പറയുന്നിടത്തേക്ക് പോകാൻ, യേശു പറയുന്ന അനുസരിക്കാൻ അത് അവർക്കൊരു ഹരമായിരുന്നു, ഒരു അഭിഷേകമായിരുന്നു. ഈശോ ചോദിച്ചതും ചോദിക്കാത്തതും അവരിൽ നിന്ന് എടുത്തപ്പോഴും ഒരു പരാതിയുമില്ല. ഈശോയുടെ കരങ്ങളിലേക്ക് അവർ പൂർണ്ണമായി സമർപ്പിച്ചു. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. യേശുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അധികാരവും അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി അപ്പസ്തോലന്മാർ ഇറങ്ങുകയാണ്. എൻ്റെ മകളെ, ഈശോയോടും മനുഷ്യാത്മാക്കളോടും ഉള്ള സ്നേഹം ആർക്ക് എവിടെ വെച്ച് വറ്റുന്നുവോ അപ്പോൾ ആത്മീയമായ സന്തോഷവും ശുശ്രൂഷാപരമായിരിക്കുന്ന ആനന്ദവും അവരെ നിന്ന് കെട്ടടങ്ങാൻ തുടങ്ങും. നാം കണ്ടിട്ടില്ലേ, ചില അമ്മമാർ ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങിയാലും തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ഓടിച്ചെന്ന് കോരിയെടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കുന്നത്. കുഞ്ഞിനോടുള്ള സ്നേഹം അമ്മയുടെ എല്ലാ ക്ഷീണവും എല്ലാ വേദനയും മറക്കാനായിട്ട് കാരണമാകുകയാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ആത്മീയ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഈശോയോടുള്ള സ്നേഹവും ആത്മാക്കളോടുള്ള സ്നേഹവും ഹൃദയത്തിൽ
കത്തിജ്വലിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ അവരിലൂടെ ജീവിക്കുകയാണ്, ഈശോ അവരിലൂടെ പ്രവർത്തിക്കുകയാണ്. ദൈവരാജ്യം വളർന്ന് വളർന്ന് വലുതാവുകയാണ് ചെയ്യുന്നത്. ഒരു പുരോഹിതന് തൻ്റെ പൗരോഹിത്യം അഭിഷേകമായി തീരുന്നത്, ഒരു സമർപ്പിതന് തൻ്റെ സന്യാസ വസ്ത്രം അനുഗ്രഹമായി മാറുന്നത്, ഒരു ശുശ്രൂഷകന് തൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുന്നത് ഈശോയോടുള്ള സ്നേഹവും ആത്മാക്കളോടുള്ള സ്നേഹവുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചുമക്കാൻ ഇഷ്ടമില്ലാത്ത ഭാരം, അത് ഒഴിവാക്കാനായിട്ട് പറ്റാത്ത ഭാരം കൂടി ആയാലോ അവിടെ ജീവിതത്തിലേക്ക് അവിശ്വസ്തതയും അസ്വസ്ഥതയും ആവലാതികളും സങ്കടങ്ങളും പരിഭവങ്ങളും അവരിൽ വർദ്ധിച്ചു വരും. ഈശോയോടുള്ള സ്നേഹത്തിലേക്കും ആത്മാക്കളോടുള്ള രക്ഷയിലുമുള്ള താല്പര്യത്തിലേക്കും തിരിച്ചു പോകുമ്പോഴാണ് ഒരു പുരോഹിതൻ്റെ ഹൃദയഭാരം, ഒരു സമർപ്പിതൻ്റെ സങ്കടം, ഒരു ശുശ്രൂഷകൻ്റെ വേദന ഇല്ലാതെയായി തീരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനേക മക്കൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, ഈശോയോടുള്ള സ്നേഹം എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നു. ഈശോയോടുള്ള സ്നേഹം എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നു. ഫാദർ ലാമിയൻ എന്തുകൊണ്ടാണ് മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോയത്? ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് കിട്ടിയ ശക്തിയാണത്. വിശുദ്ധ മദർ തെരേസ എന്തുകൊണ്ടാണ് കൽക്കട്ടയിലെ തെരുവീതിയിലെ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ പോയത്? യേശുവിൻ്റെ ചങ്കിൽ നിന്ന് കിട്ടിയ സ്നേഹമാണത്. വിശുദ്ധ ആഗ്നസും വിശുദ്ധ യുയേലിയും വിശുദ്ധ പോളികാർപ്പും യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ ജീവൻ രക്ഷിക്കാൻ പല സാധ്യതകൾ ഉണ്ടായിട്ടും, രക്ഷപ്പെടാനായിട്ട് പല വാതിലുകൾ തുറന്നു കിടന്നിട്ടും അവർ ഈശോയിൽ ഉറച്ചു നിന്നു. ഈശോയിൽ നിന്ന് കിട്ടിയ ആ സ്നേഹത്തിൻ്റെ ശക്തിയാൽ അവർ ഉറച്ചു നിന്നു. പ്രതിഫലം മോഹിക്കാതെ, വ്യവസ്ഥകൾ വയ്ക്കാതെ, ഭയമില്ലാതെ, ഒരു നല്ല വാക്ക് പോലും കിട്ടാതെ, ഉള്ളതുപോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ യേശുവിനെ സ്നേഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വസന്തം ദൈവം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരണമെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തിൽ നമ്മൾ അകലാതിരിക്കുക. ഏതു വേദനയും, കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും, ഏത് വേദനയും ഏത് ദ്രോഹവും സഹിക്കാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ സ്നേഹമാണത്. വേദനയും ദ്രോഹവും മാത്രം നൽകുമ്പോഴും ക്ഷമിക്കാനുള്ള ശക്തി കിട്ടുന്ന എവിടെ നിന്നാണ്? യേശുവിൻ്റെ കുരിശിൻ്റെ സ്നേഹമാണത്. ഈ സ്നേഹം എവിടെ വറ്റുന്നുവോ അവിടെ എല്ലാ നന്മകളും യാത്ര പറയാൻ തുടങ്ങും. പിന്നെ എന്താണ് നോക്കുക? ലാഭം. എനിക്ക് എന്ത് കിട്ടുമെന്നാണ് അവർ നോക്കുന്നത്. ഈശോയെ സ്നേഹിക്കുന്നവരോ എനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും യേശുവിന്? യേശു ചോദിച്ചില്ലേ, ബർത്തേമീസിനോട് ചോദിച്ചില്ലേ, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഓരോ ശുശ്രൂഷകൻ്റെയും, ഓരോ പ്രേക്ഷിതൻ്റെയും, ഓരോ പുരോഹിതൻ്റെയും, ഓരോ സമർപ്പിതൻ്റെയും ചോദ്യം ഇതായിരിക്കണം: എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക്, എന്നെ കാത്തിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഞാൻ എന്തുകൂടിയാണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ദൈവരാജ്യം വളരുകയാണ്. കർത്താവിൻ്റെ വചനം
നമ്മോട് പറയുന്നു. 1 കൊരിന്ത്യർ 15:19, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും ദുർബലരാണ്. ഈ ലോകത്തെ കണ്ടുകൊണ്ടല്ല ഒരു പ്രേഷിതൻ, ഒരു ശുശ്രൂഷകൻ, ഒരു പുരോഹിതൻ, ഒരു സമർപ്പിതൻ വളരേണ്ടത്. പിന്നെയോ നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പിതാവായ ദൈവത്തെയും അവിടെ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക, സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക. ഇതാണ് നിത്യജീവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, ഈ ജീവിതത്തിൽ മാത്രം കണ്ണുവയ്ക്കാതെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടാനിരിക്കുന്ന നിത്യജീവനിൽ കണ്ണുവെച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കണം. പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമാകില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലുമായിരിക്കുവിൻ. സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. പൗലോസ്ലീഹ നമുക്ക് നൽകുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയോടും ആത്മാക്കളോടും ശുശ്രൂഷകളോടുമുള്ള ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വളരുകയാണ്. നമ്മുടെ സാന്നിധ്യം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അനേകം മക്കളിലേക്ക് ദൈവരാജ്യം കത്തിപ്പടരുകയാണ്. എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കടന്നുപോയാൽ പോരാ. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിനനുസരിച്ച് ഈശോ പറയുന്നത് മുഴുവൻ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാനല്ല യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ സ്നേഹിക്കാൻ ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ. നമ്മുടെ ഹൃദയത്തിൽ എന്ന് വിഷം കലർന്നുവോ അന്നു മുതലല്ലേ നമ്മുടെ കുടുംബത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വന്നത്. ഒരു നല്ല ഹൃദയമുണ്ടായാൽ മാത്രം പോരാ. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു വിശുദ്ധമായ പ്രവൃത്തി ഉണ്ടാകണം. ധാരാളം പേർക്ക് നല്ല ഹൃദയമുണ്ട്. ആ സ്നേഹം പ്രകടമാക്കാൻ ഒരു വിശുദ്ധി നിറഞ്ഞ ഹൃദയം വേണം. വിശുദ്ധിയുള്ളവർക്കാണ് ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിക്കുക. ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളോടുമായി നമ്മളെ അകന്നുപോയിരിക്കുന്ന, നമ്മളിൽ ശക്തി പകരുന്ന വിശുദ്ധാത്മാക്കൾ നമ്മോട് പറയുന്നുണ്ട്, എത്ര വർഷം ജീവിച്ചു എന്നതിലല്ല, എവിടെ ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾക്ക് വളരെ കാലങ്ങളായി ശുശ്രൂഷ ചെയ്യുന്നു, പല മേഖലകൾക്ക് വ്യാപരിക്കുന്നു. ഈശോ നമ്മോട് പറയുകയാണ്, എത്ര വർഷം നീ ശുശ്രൂഷ ചെയ്തു, എവിടെയെല്ലാം നീ ശുശ്രൂഷ ചെയ്തു എന്നതിനേക്കാൾ ഉപരി നീ ജീവിച്ച കാലഘട്ടം എത്രയും, നീ ജീവിച്ച വർഷങ്ങൾ എത്രയും, എങ്ങനെ യേശുവിനുള്ള സ്നേഹത്തിലും ആത്മാക്കളോടുള്ള സ്നേഹത്തിലും നീ വർദ്ധിച്ചു വന്നു എന്ന് നീ പരിശോധിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു നല്ല നിർമ്മലമായ ഹൃദയം തരാൻ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവൃത്തികളിൽ സ്നേഹത്തിൻ്റെ അളവുകോൽ കൊണ്ട് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എവിടെയെല്ലാം പോയാലും എന്തെല്ലാം പ്രവർത്തികൾ ചെയ്താലും ദൈവം നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. സുവിശേഷ വേല ചെയ്യുന്നവരോട് കർത്താവിന് പ്രത്യേകമായ മമതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു സുവിശേഷ വേല ചെയ്യാൻ
നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ തീരുമാനമെടുക്കുക. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആകയാൽ പ്രിയപ്പെട്ട പ്രേക്ഷിതരെ, പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, പ്രിയം നിറഞ്ഞ വൈദികരെ, സമർപ്പിത ആത്മാക്കളെ, ശുശ്രൂഷകരെ, ദൈവവേല ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ 2 കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വയ്ക്കുക. യേശുവിനോടുള്ള സ്നേഹം, ആത്മാക്കളോടുള്ള സ്നേഹം, നിന്റെ ആത്മരക്ഷയെ പ്രതി അധ്വാനിക്കുവാനുള്ള നല്ല ഹൃദയവും പ്രവൃത്തിയും. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവമായ കർത്താവേ, ഈ കടന്നുപോയ സമയങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തലുകളായി ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധനായിരിക്കുന്ന ഫ്രാൻസിസ് സേവ്യറിനെ പോലെ, മദർ തെരേസയെ പോലെ, ഡോൺ ബോസ്കോയെ പോലെ ജീവിതം മുഴുവൻ നിനക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.